കഴിഞ്ഞ ദിവസം OP-യിൽ വന്നൊരു കേസ് പറയാം. ഒരു 26 വയസ്സുള്ള പെൺകുട്ടി, ആളൊരു ജനറൽ ആയിട്ട് റെജുനേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ബോഡി പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും, വർക്കിലൊരു കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ആ കുട്ടിക്ക് ഒരു ഫോക്കസ് ഇല്ല, 2-3 തവണ രാത്രി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് കുറച്ച് സ്ട്രെസ് കൂടുതലാണെന്നുള്ള പേരിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അടക്കം വന്നു. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ നമ്മുടെ ജോലി തിരക്കാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സിംറ്റംസ് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്താൽ ശാരീരികവുമായും മാനസികവുമായും പലതരത്തിലുള്ള ഒരു സ്ട്രെസ് ഡിസോർഡേഴ്സ് ആയിട്ട് ഇത് മാറാം. ഇപ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഇൻസോംനിയ, പിന്നീട് ഇത് ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് അറസ്റ്റ്, അങ്ങനെ നിരവധി ഡിസോർഡേഴ്സ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എനർജി കുറവാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമായി. നമ്മുടെ ശരീരം കുറച്ച് വാർണിംഗ് സിഗ്നൽസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്.